തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവിന്റെ പരാതി ഉയരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ ചികിത്സയിലായിരുന്ന കൊല്ലത്തെ രാജേന്ദ്ര പ്രസാദിന്റെ കാലിലെ മുറിവിൽ പുഴുവരിച്ച നിലയിലെന്നാണ് കുടുംബത്തിന്റെ പരാതി. പുഴുവരിച്ചത് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ചികിത്സയൊന്നും ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. ICUവിൽ കിടന്ന രോഗിയുടെ കാലിൽ ഈച്ച വന്നിരുന്ന് മുട്ടയിട്ട് പുഴുവായി പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ അഡ്മിറ്റായിട്ട് 5 ദിവസമായി. ഞങ്ങളിവിടെ വന്നപ്പോൾ 8 മണി കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരു ഡോക്ടർ വന്ന് സംസാരിച്ചിട്ട് അച്ഛനെ കൊണ്ടുപോയി കാലിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് 15-ാം വാർഡിൽ കിടത്തിയേക്കുന്നത്. പരാതി ഞങ്ങൾ കൊടുത്തില്ല. കാരണം ഇത് ആർക്കാണ് പരാതി കൊടുക്കേണ്ടതെന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും അറിയില്ല. കാരണം ആരുടെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ തൂക്കാൻ നിൽക്കുന്ന ആൾ തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെടുത്ത് നമുക്ക് വാതുറന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം ഇല്ല, ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളുടെ അടുത്താണ് പെരുമാറൂലേ, ആ രീതിയാണ് അവർ നമ്മളത് എന്ന് വെച്ചാൽ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ICUവിൽ തന്നെ തുടരണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവർ പെട്ടെന്നാണ് ഇന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പുഴുവങ്ങാണ്ടായപ്പോഴത്തേക്ക് അവർ അവിടുന്ന് അച്ഛനെ കൊണ്ടുവന്ന് വാർഡിലോട്ട് നടതള്ളിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്ത് ജിബിൻ JB തത്സമയം ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ജിബിൻ, ICUവിലൊക്കെ എറുമ്പരിച്ചു, ചെതലരിച്ചു, പുഴുവരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. ഒരു രോഗിയുടെ കാലിൽ പുഴുവരിച്ചത് ICUവിൽ വെച്ചാണെന്ന് പറഞ്ഞാൽ അവിശ്വസനീയം. പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അത് തന്നെയാണ് കാരണം. ICU എന്ന് പറയുന്നത് ഒരു രോഗിക്ക് അവർക്ക് ഏറ്റവും അധികം കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ICUവിലേക്ക് മാറ്റുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. കാരണം 28-ാം തീയതിയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിന് പാരിപ്പള്ളിയിൽ വെച്ച് ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജിലും, അതിനുശേഷമാണ് 28-ാം തീയതി ഉച്ചയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുന്നത്. അവിടെ ഉച്ചയോടുകൂടി എത്തിച്ച രോഗിക്ക് അന്ന് രാത്രി 11:30-ക്കാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതിനുശേഷം അന്ന് മുതൽ തന്നെ രാജേന്ദ്ര പ്രസാദ് ICUവിലാണ് കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, ഒരു ഗുരുതരാവസ്ഥയിലാണെന്നുള്ളൊരു വിവരം ICUവിൽ നിന്ന് ഈ വീട്ടുകാരെ അറിയിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി 2 മണിയോടുകൂടി രാജേന്ദ്ര പ്രസാദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 20-ാം വാർഡിലേക്ക് എത്തിക്കുകയായിരുന്നു. അതായത് ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞ ഒരു രോഗിയെ അതിവേഗം തന്നെ വാർഡിലേക്ക് മാറ്റുന്നു. പക്ഷേ വാർഡിലേക്ക് മാറ്റിയ സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം കാലിലാണ് ശസ്ത്രക്രിയ നടന്നത്. കാലിൽ ശസ്ത്രക്രിയ നടന്ന് കമ്പി ഇട്ടിരിക്കുകയായിരുന്നു. ആ മുറിവ് കെട്ടിന്റെ പുറത്തേക്ക് പുഴുകൾ വരുന്ന ഒരു സാഹചര്യം. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് ആ കെട്ടിലും അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിനെ കിടത്തിയിരുന്ന കട്ടിലുമാകെ പുഴുവായിരുന്നു. തുടർന്ന് ഉച്ചയോടുകൂടി തന്നെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ആശുപത്രി ജീവനക്കാരെ ഇവർ ഇക്കാര്യം അറിയിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടും രാത്രി 8 മണിക്ക് കൂടുതൽ കുടുംബാംഗങ്ങൾ എത്തി പ്രശ്നം ഉണ്ടാക്കുന്നതുവരെ യാതൊരുവിധ നടപടിയും ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ 2 മണിക്ക് ഇത്തരം പുഴുവരിച്ചു എന്നുള്ളൊരു വിവരം അവർ ആശുപത്രി അധികൃതരെ അറിയിക്കുന്നു. അതിനുശേഷം ഓരോ ജീവനക്കാരെയും ഇത് അറിയിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം സമീപനവും അവർ ചൂണ്ടിക്കാട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല 8 മണിയോടുകൂടി ഡോക്ടർ എത്തി നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ICUവിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഈ രോഗിയുടെ മുറിവിൽ കെട്ടിയിരുന്ന കെട്ടിന്റെ അകത്ത് ഒരു ഈച്ച കയറി ആ ഈച്ച മുട്ടയിട്ട് പിരിവിയാണ് അവിടെ പുഴുവഴിച്ചതെന്നുള്ള ഒരു വിശദീകരണമാണ് ഒരു ഡോക്ടർ തന്നെ ഈ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ എന്ത് സുരക്ഷയാണ് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു രോഗിക്ക് കിട്ടുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയും അതുപോലെ തന്നെ ജീവനക്കാരുടെ പെരുമാറ്റ ദൂഷ്യവുമാണ് ഇവർ വലിയ രീതിയിലുള്ള ഒരു ആരോപണമായി ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർ കഴിഞ്ഞ ദിവസം രാത്രി നിയമ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം 8 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അവർക്ക് ആർക്കാണ് പരാതി കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആ കുടുംബാംഗങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവർ ഇന്ന് രാവിലെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യമാണ് ഈ കൊല്ലം സ്വദേശി രാജേന്ദ്ര പ്രസാദിന്റെ കുടുംബം അറിയിച്ചത്. കാരണം വലിയൊരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കൊല്ലത്ത് നിന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ അപകടം പറ്റി ഗുരുതരാവസ്ഥയിലായ ഒരു രോഗിയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 28-ാം തീയതി എത്തുന്നത്. അന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തുന്നു, പിന്നീട് ICUവിലേക്ക് മാറ്റുന്നു. രോഗിയുടെ ആരോഗ്യനില മൂർച്ഛിച്ചു എന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. പക്ഷേ പൊടുന്നനെ തന്നെ ആ ഗുരുതരാവസ്ഥയിലായ രോഗിയെ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. വാർഡിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കാലിലെ ഈ ജീർണിച്ച അവസ്ഥ തന്നെ ബന്ധുക്കൾ കാണുന്നത്. കാരണം ആലോചിക്കണം, ഒരു രോഗി 65 വയസ്സുകാരനായ ഒരു അപകടം പറ്റിയ ഒരാൾ അദ്ദേഹത്തിന്റെ കാലിന് ശസ്ത്രക്രിയ ചെയ്യുന്നു, കമ്പി ഇടുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ വാരിയെല്ലിന് ഉൾപ്പെടെ ഗുരുതര പരിക്കുകളുമുണ്ട്. അങ്ങനെ ഒരു രോഗിയാണ് ഇത്രയും ശുശ്രൂഷ അദ്ദേഹത്തിന് നൽകേണ്ട സമയത്ത് അവരുടെ ആ ഒരു ശുശ്രൂഷയിലുണ്ട് കുറവ് കാരണം അദ്ദേഹത്തിന്റെ കാലിന് ഈ പുഴുവരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ വളരെയധികം മോശമാണ്. കാരണം മുറിവിലൊക്കെ തന്നെ വ്രണങ്ങൾ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്താണ് ഈ ഈച്ച മുട്ടിയിട്ട് പിറ്റ് അതെല്ലാം തന്നെ ഇപ്പോൾ ജീർണിച്ച ഒരു അവസ്ഥയിലുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ട ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടും രാത്രി 8 മണി വരെ അവർ കാത്തു നിൽക്കേണ്ടി വന്നു. ആ മുറിവ് ഒന്ന് വീണ്ടും ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 1.5 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ആ മുറിവ് വീണ്ടും ക്ലീൻ ചെയ്ത് അത് ഡ്രസ്സ് ചെയ്ത് 20-ാം വാർഡിലുണ്ടായിരുന്ന രോഗി ഇപ്പോൾ 15-ാം വാർഡിലേക്ക് നിലവിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ പോലും ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായിട്ട്
ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.